നമസ്കാരം, എൻ്റെ പേര് സ്മിത ഹരിദാസ്, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. പ്രാക്ടിക്കൽ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എക്സ്പെരിമെന്റ് മൊമെന്റ് ബാർ. മൊമെന്റ് ബാർ ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു മീറ്റർ സ്കെയിലും നോൺ വെയിറ്റും ഉപയോഗിച്ചുകൊണ്ട് അൺനോൺ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനാണ് മൊമെന്റ് ബാർ അപ്പാരറ്റസ് സാധാരണ ഉപയോഗിക്കുന്നത്. ഒരു ഉപയോഗം. മൊമെന്റ് ബാറിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഇവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ജിയിലാണ് മീറ്റർ സ്കെയിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഒരു വസ്തുവിന്റെ വെയിറ്റ് മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്ന പോയിന്റ്. അതിനെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി എന്ന് പറയുന്നത്. നമ്മുടെ മീറ്റർ സ്കെയിലിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി 50 സെന്റിമീറ്ററിലാണ് വന്നിരിക്കുന്നത്. 50 സെന്റിമീറ്ററിൽ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വെയിറ്റുകളൊന്നും ഇല്ലെങ്കിൽ 50 സെന്റിമീറ്ററിൽ തന്നെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ജിയെ അപേക്ഷിച്ച് അനുഭവപ്പെടുന്ന ക്ലോക്ക് വൈസ് മൊമെന്റ്സ് M1 R1 ആണെന്നിരിക്കട്ടെ, അനുഭവപ്പെടുന്ന ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്സ് M2 R2 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദി ക്ലോക്ക് വൈസ് മൊമെന്റ്സ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദി ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്സ് എന്നതാണ് മൊമെന്റ് ബാറിന്റെ പ്രിൻസിപ്പിൾ. M1 R1 ഈക്വൽ ടു M2 R2. എന്താണ് ഈ ക്ലോക്ക് വൈസ് മൊമെന്റ്സ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സീസോയുടെ കാര്യം എടുക്കാം. പാർക്കിലൊക്കെ സീസോ ഉള്ളതാണ്, കുട്ടികളിരുന്ന് കളിക്കുന്നത്. ഇപ്പം സീസോയില് രണ്ടു വശത്തും രണ്ട് കുട്ടികൾ ഇരിക്കുന്നുണ്ടാവും. ഒരു കുട്ടി താഴത്തേക്ക് വരുമ്പോൾ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഫോഴ്സ് ആയിരിക്കും. ആ കുട്ടി തന്നെ മുകളിലേക്ക് പോകുമ്പോൾ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഫോഴ്സ് ആയിരിക്കും. അപ്പം ക്ലോക്ക് വൈസ് ഫോഴ്സും ആന്റി ക്ലോക്ക് വൈസ് ഫോഴ്സും രണ്ടും ഈക്വൽ ആയിട്ട് വരുമ്പോഴായിരിക്കും ബാലൻസ് ചെയ്ത് നിൽക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇത് ബാലൻസിങ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ആ ബാലൻസിങ് കണ്ടീഷനിൽ M1 R1 M2 R2 രണ്ടും ഈക്വൽ ആണെന്ന് വന്നു കഴിഞ്ഞാൽ M2ന്റെ വാല്യൂ, അൺനോൺ മാസിന്റെ വാല്യൂ M1 R1 by R2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. 100 ഗ്രാം നോൺ മാസിനുള്ള റീഡിംഗ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നോൺ മാസ് ഇട്ടിരിക്കുന്നത് 10 സെന്റിമീറ്റർ സെന്റർ ഓഫ് ഗ്രാവിറ്റി ജിയിൽ നിന്ന് മാറ്റി 60 സെന്റിമീറ്ററിലാണ്. അതായത് R1 ഈക്വൽ ടു 10 സെന്റിമീറ്റർ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇവിടെ നമ്മുടെ അൺനോൺ മാസ് ബാലൻസ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. അത് എത്രയാ? 29.1ലാണ്. 29.1 എന്ന് പറയുമ്പോൾ R2 എത്രയായിരിക്കും വരിക? R2 വരുന്നത് 20.9 ആയിരിക്കും. അതായത് 50 മൈനസ് 29.1 ഈക്വൽ ടു 20.9. അങ്ങനെയാണ് R2ന്റെ വാല്യൂ 20.9 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ റീഡിങ്സ് മാർക്ക് ചെയ്യുക. M1 ഈക്വൽ ടു 100 ഗ്രാം, R2 ഈക്വൽ ടു 20.9, then M2 ഈക്വൽ ടു M1 R1 divided by R2, that is equal to 100 into 10 divided by 20.9 equal to 47.8 gram. Clear? അടുത്ത റീഡിംഗ് എടുക്കാം. M2 ഈക്വൽ ടു 150 ഗ്രാം ആണ്. R1ന്റെ വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ല, 10 സെന്റിമീറ്റർ തന്നെയാണ്. അതായത് 60 സെന്റിമീറ്റർ പോയിന്റർ റീഡിംഗ് കാണിക്കുന്നിടത്താണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ R1ന്റെ വാല്യൂ 10 സെന്റിമീറ്റർ തന്നെ. ഇനി എവിടെയാണ് M1 ബാലൻസ് ചെയ്യുന്നത്? M1 ബാലൻസ് ചെയ്തിരിക്കുന്ന പോയിന്റ് നോക്കുക. കണ്ടല്ലോ, എത്രയിലാണ് വന്നിരിക്കുന്നത്? 19.3യിലാണ് വന്നിരിക്കുന്നത്. 19.3യിൽ വന്നിരിക്കുമ്പോൾ R2 എത്രയായിരിക്കും? R2 എന്ന് പറയുന്നത് 50 മൈനസ് 19.3 ഈക്വൽ ടു 30.7 ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ M2ന്റെ വാല്യൂ എത്ര കിട്ടും? M2ന്റെ വാല്യൂ കിട്ടുന്നത്
150 into 10 divided by 30.7 equal to 48.8. 47.8 48.8 വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ റീഡിംഗ് കറക്റ്റ് ആണ്. അടുത്ത ട്രയൽ നോൺ മാസ് M1 ഈക്വൽ ടു 200 ഗ്രാമിനാണ്. R1 വ്യത്യാസമൊന്നുമില്ല, 10 സെന്റിമീറ്റർ തന്നെയാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ 60 സെന്റിമീറ്റർ തന്നെയാണ് നോൺ മാസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ R1 ഈക്വൽ ടു 60 മൈനസ് 50 ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അതിന് വ്യത്യാസമൊന്നുമില്ല. ഇനി M2ന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയാണ് ബാലൻസ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്തിരിക്കുന്ന പോയിന്റ് 9.4ലാണ് വന്നിരിക്കുന്നത്. 9.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും R2 വരിക? 50 മൈനസ് 9.4 ഈക്വൽ ടു 40.6ലായിരിക്കും R2ന്റെ വാല്യൂ വരിക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ M2 വാല്യൂ കിട്ടുന്നത് M1 R1 divided by R2 equal to 200 into 10 divided by 40.6 equal to 49.2 ആയിരിക്കും. അപ്പോൾ 3 പ്രാവശ്യം മാത്രമേ ചെയ്തുള്ളൂ. പരീക്ഷയ്ക്ക് 5 പ്രാവശ്യം ചെയ്യേണ്ടതായിട്ട് വരും. എക്സാമിനർ പറയുന്നത് പോലെ ഇപ്പോൾ തൽക്കാലം ഞാൻ 3 പ്രാവശ്യമേ ചെയ്തിട്ടുള്ളൂ. ഇനി മീൻ M2 വാല്യൂ കണ്ടുപിടിക്കണം. മീൻ M2 കാണാൻ വേണ്ടിയിട്ട് M2ന്റെ കിട്ടിയ 3 വാല്യൂസും കൂടി കൂട്ടി 3 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 48.6 ഗ്രാം എന്ന് കിട്ടും. റിസൾട്ട് എഴുതണം. റിസൾട്ട് SI യൂണിറ്റിലാണ് എഴുതേണ്ടത്. മാസ് ഓഫ് ദി ഗിവൺ ബോഡി ഈക്വൽ ടു 48.6 ഇൻറ്റു 10⁻³ കിലോഗ്രാം. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻³ കിലോഗ്രാം ആണ്. സോ 48.6 ഗ്രാം ഈക്വൽ ടു 48.6 ഇൻറ്റു 10⁻³ കിലോഗ്രാം. മൊമെന്റ് ബാർ എക്സ്പെരിമെന്റ് പരീക്ഷയ്ക്ക് വന്നാൽ എന്തൊക്കെയാണ് ആൻസർ പേപ്പറിൽ കാണേണ്ടത് എന്നാണ് ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. എയിം ടു ഫൈൻഡ് ദി അൺനോൺ മാസ്, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് M1 R1 ഈക്വൽ ടു M2 R2. ഡയഗ്രാം വരയ്ക്കണം. M1 എന്താണെന്നും M2 എന്താണെന്നും R1 R2 വാല്യൂസ് ഏതൊക്കെയാണെന്നും കാണിച്ചിരിക്കണം. ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് എന്നുള്ള ഭാഗത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം എഴുതണം. ടാബുലർ കോളം വരയ്ക്കണം. റീഡിങ്സ് മാർക്ക് ചെയ്യണം. അവസാനം റിസൾട്ട് SI യൂണിറ്റിൽ എഴുതുകയും വേണം. മൊമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷറബിൾ ക്വാണ്ടിറ്റിയെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ്, അതായത് റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് ടോർക്കാണ് കണക്കാക്കുന്നത്. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോഴാണ് M1 R1 ഈക്വൽ ടു M2 R2 എന്ന പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ അൺനോൺ മാസ് കണ്ടുപിടിക്കാൻ പറ്റും M2ന്റെ വാല്യൂ. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന മൊമെന്റ് ബാർ എക്സ്പെരിമെന്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കോൺവെക്സ് മിറർ എക്സ്പെരിമെന്റ് പറഞ്ഞു തരാം. നന്ദി, നമസ്കാരം.